ഹലോ. ഇന്ന് നമുക്ക് ഈ ഡയറ്റൊക്കെ എടുക്കുന്നവരില്ലേ, അവരുടെ ആ ഡയറ്റൊക്കെ ഒന്ന് തെറ്റിക്കാൻ പറ്റിയ ഒരു സൂപ്പർ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയാലോ. ഇതിനായിട്ട് ഞാനൊരു 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സീസൺ ആണെങ്കിൽ കൂടിയും പഴുത്ത മാങ്ങയ്ക്ക് നല്ല വിലക്കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് 2 മാങ്ങയായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ. ഇതിൻ്റെ തോല് ഇതുപോലെ ഒന്ന് ഇരിഞ്ഞെടുത്ത് കളഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പുളി കൊടുക്കുന്നുണ്ട്. നാട്ടുമാങ്ങയൊന്നും അല്ല ഇത്, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ചെറുതായിട്ട് പുളി കൊടുക്കുന്നത്. നാട്ടുമാങ്ങയാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതിയേ. ഈ മാങ്ങയ്ക്ക് ഒരല്പം പുളിപ്പുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങയും 1/4 കപ്പ് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളി കുറവുള്ള തൈരാണിത്, കാരണം മാമ്പഴത്തിന് ഇച്ചിരി പുളി ഉണ്ടായതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഇത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം. ഇനി നമ്മുടെ മാമ്പഴമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ചട്ടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, വെള്ളം ഉണ്ടെങ്കിൽ കൂടിയും. ഇപ്പോൾ മാമ്പഴം ഒരുവിധം ഒന്ന് വെന്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് ശർക്കരപ്പാനി, 1/2 കപ്പിന് മുകളിലുണ്ട് കേട്ടോ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1/4 കപ്പ് ശർക്കരയും 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തതാണ്. ഇനി ഈ മാങ്ങ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് നല്ലപോലെ തിളച്ചിട്ടൊന്ന് കുറുകി വരണേ. അതിൻ്റെ ശർക്കരപ്പാനിയെല്ലാം ഒന്ന് കുറുകി വരുന്ന സമയത്തിലേക്ക് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത നെയ്യാണ്. ഇനി ഈ നെയ്യ് ഇതിനകത്തിലൊന്ന് പിടിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുവരെയായിട്ടും ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലതുപോണൊക്കെ മിക്സാക്കി ഒന്ന് തിള വരാൻ വേണ്ടി നിൽക്കുക. അരപ്പ് ഒന്ന് നല്ലപോണൊക്കെ വേകട്ടെ കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ഇതിനകത്തിലിങ്ങനെ ഇതുപോലെ ഉണ്ട് കുമ്പളകളൊക്കെ വരത്തില്ലേ. അപ്പോൾ ആ എണ്ണയൊന്ന് പതിയെ ഒന്ന് മുകളിൽ തെളിഞ്ഞു വരും. അപ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചുറ്റിച്ച് വെച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. ഇത്രയും ചാറ് മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുറച്ച് കടുക് വറുത്ത് ചേർക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് കടുക്, ഉലുവ, അതുപോലെ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കടുക് വറുത്തതിലേക്കൊന്ന് തളിച്ച് കൊടുക്കാം. ശകലം അരപ്പെടുത്തിട്ട് ഒന്നുകൂടി അതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് പച്ചക്കറിവേപ്പില ഒന്ന് ഞെവിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല മണമാണ് കേട്ടോ, സൂപ്പറാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് കൂടി തരണം. ഇതുപോലൊരു സൂപ്പർ റെസിപ്പിയുമായി അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.